എന്റെ പൊന്നു അതൊന്ന് തുറന്നു നോക്കിന്നുണ്ട് കഴിഞ്ഞാൽ തെറിയുടെ അഭിഷേകമാണ്. നമ്മള് മലയാളികൾ പുതിയ പുതിയ തെറികളൊക്കെ ഭയങ്കര അവർക്ക് ട്രാൻസ്ലേറ്റ് തെറി പറയണത് ഒരു രക്ഷയില്ലാത്ത തെറിയാണ്. താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കണോട്ടാ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആ പാട്ട് യൂട്യൂബിൽ കണ്ട 25 ലക്ഷം പ്രേക്ഷകർ ചിലപ്പോൾ പാട്ടായിരിക്കില്ല കണ്ടത്, അതിന്റെ അകത്ത് അടിച്ചിട്ടുള്ള കമന്റുകളായിരിക്കും ചിലപ്പോൾ 25 ലക്ഷം തവണ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, താങ്കളുടെ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ടിരുന്നു. പിന്നെ താങ്കൾ ഒരു 3 മണിക്കൂർ സിനിമ ഇറക്കി എന്നുള്ള പൂർണ്ണ ബഹുമാനത്തോട് പറയാണ്. ആ സിനിമ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള യുവജനങ്ങൾക്ക് 3 മണിക്കൂർ അസഭ്യം പറയാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കൂടാതെ ഞങ്ങൾക്ക് ഭാവിയില് സിനിമ ഫീൽഡിൽ കയറുന്ന ആഗ്രഹമുള്ള പിള്ളേരാ. എങ്ങനെ ഒരു സിനിമ എടുത്തുകൂടാ, എങ്ങനെ ഒരു സിനിമ വന്നുകൂടാ എന്നുള്ളതാണ് നല്ലൊരു ഉദാഹരണം. ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്, ഒരുപാട് സ്വപ്നമാണ്, ഒരുപാട് കഷ്ടപ്പാടാണ് സിനിമ ഉണ്ടാകുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇത് ആരാണ് അനുവാദം കൊടുക്കുന്നത് ഇങ്ങനെ സിനിമ പിടിക്കാനായിട്ട്? അത് അതേ ചോദ്യം പക്ഷേ മലയാളത്തിലെ മറ്റു പല സിനിമകളോടും പ്രേക്ഷകർക്ക് ചോദിക്കാനുണ്ടാകും. നിങ്ങളെ കൂടെ ഇരിക്കുന്ന ഒരാളുണ്ട്, 18 വർഷമായി ഞാൻ ഇതിൽ ഒരു പൊങ്ങച്ചം പറയണ്ടേ, 18 വർഷമായി ഞാൻ ഫീൽഡുണ്ട്, എനിക്ക് സിനിമ എന്താണെന്ന് അറിയാമെന്ന്. ഈ ചെയ്ത മനുഷ്യന്റെ സിനിമ പൊട്ടി നാറിയതാണ്. ഇത്രയൊക്കെ വിവരമുള്ള ആളുകളുടെ സിനിമ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? എത്ര പൈസയുടെ നഷ്ടം ഉണ്ടായി ആ നിർമ്മാതാവിന്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല സിനിമ അറിയാതെ, എങ്കിൽ നീ കാണിക്കേ. വെറുതെ നാക്കൊണ്ട് ഗോൾമുട്ട പഠിച്ചുകൊണ്ട് കാര്യമില്ല. സന്തോഷ് പണ്ഡിറ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വെറും 5 ലക്ഷം രൂപയ്ക്ക് 105 പുതിയ താരങ്ങൾ വെച്ച് സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കാമെന്ന് ഞാൻ തെളിയിച്ച ഒരു വ്യക്തിയാണ്. എന്റെ മുന്നിൽ ഒന്നുമല്ലാത്ത ഒരാൾ അങ്ങനെ സംസാരിക്കരുത്. ഒരു ഇന്ത്യൻ പൗരനാണ്, അയാൾക്ക് ഇതുപോലെയുള്ള ആഭാസ തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന കൊടുത്തിട്ടുണ്ട്. അയാൾ തുണിയില്ലാതൊന്നും അല്ലല്ലോ നിൽക്കുന്നത്. അപ്പോ അത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം അതാണ്. അയാൾ കുളിക്കാൻ പോകുമ്പോഴും അത് തന്നെ ഇടുന്നത്. എനിക്ക് മനസ്സിലാവാത്ത ശ്രീ നിഷാദ്, നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ അഭിനയം എന്നൊക്കെയാണ്. നമ്മൾ ചർച്ചയ്ക്കെടുത്തത് ഈ സിനിമ എന്തുകൊണ്ട് നമുക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അവഗണിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഒരു ചർച്ചയല്ല പോലും. പ്രേക്ഷകർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തുകൊണ്ടാണ് സിനിമ കണ്ടതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. തെറി വിളിക്കാൻ കിട്ടുന്ന ചാൻസ് എന്റെ ഒരു സുഹൃത്തോട് പറഞ്ഞു, ഞങ്ങൾ ഫുൾ ടൈം 3 മണിക്കൂർ തെറി വിളിക്കായിരുന്നു. അതിന് കിട്ടുന്ന ഒരു അവസരം അവന് 50 രൂപ 100 രൂപ കൊടുക്കണമെന്ന് കുഴപ്പമില്ല. മലയാള സിനിമയ്ക്ക് നേരെ കൂടി ആകാം എന്ന് ഡോക്ടർ ചൂണ്ടിക്കാട്ടി. തീർച്ചയായിട്ടും അതും കറക്റ്റാണ്. പക്ഷേ സന്തോഷ്, താങ്കൾ അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സംശയം. മുഖ്യധാരാ സിനിമയോടുള്ള വെല്ലുവിളി എന്ന് നോക്കിയിട്ട് താങ്കൾ തന്നെ ഞെട്ടുന്നുണ്ടോ? താങ്കൾ എപ്പോഴെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള കാര്യമാണോ ഇത്? ഒരു ഞെട്ടിലുമില്ല. അല്ല, ഞാൻ പറയട്ടെ, ഇവർക്ക് ഒരു കലാകാരൻ എന്ന വാക്കിന്റെ അർത്ഥം ഇവർക്ക് അറിയില്ല. തിയേറ്ററുകളിൽ സിനിമയാണ് വരുന്നത്, സിനിമ കാണാനാണ് ആളുകൾ വരുന്നത്. കാണാൻ കുറച്ച് ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരിക. ആദ്യം അവഗണിച്ച തിയേറ്ററുകൾ പോലും ഇപ്പോഴെടുത്തു. ഈ കുറ്റം പറയുന്ന ചില മുഖ്യധാരാ സിനിമ പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് സിനിമ വിതരണത്തിനെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഒന്ന്, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടതും പറയേണ്ടതും നിങ്ങളാണ്. ഇത്രയും ഹൈപ്പ് ഈ സിനിമയ്ക്കും ഈ ആൾക്കും കൊടുത്തത് മീഡിയയാണ്. തിയേറ്ററിൽ പോയി കണ്ടത് മീഡിയയല്ല. മീഡിയയുടെ അവഗണിക്കാൻ പറ്റാത്ത ഒരു സാന്നിധ്യമുണ്ട്. മീഡിയ സപ്പോർട്ട് ഇല്ലാതെ ആർക്കും ഈ വന്ന കാലത്ത് നിൽക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ഈ കൃഷ്ണന്റെ ആദ്യം ഒരു സിനിമയായതും തിയേറ്ററിലെത്തിയതും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയതും? എന്നെ ദയവ് ചെയ്ത് ഒരു ശത്രുവായി കണക്കാക്കണ്ട. ഞാൻ ഇതിലൊക്കെ മെമ്പർ ആവാൻ ഞാൻ റെഡിയാണ്. ഇപ്പോൾ തന്നെ ഞാൻ അമ്മയുടെ ഒരു ഭാരവാഹിയുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞു 3 ദിവസം കഴിഞ്ഞാൽ മെമ്പർ ആവും. ഞാൻ അതേപോലെ തന്നെ ഞാൻ മറ്റുള്ള സംഘടനയിലും മെമ്പർ ആവാൻ തയ്യാറാണ്. എന്നെ ഒരു രീതിയിലും എന്നെ ശത്രുവായി കണക്കാക്കുകയും ഞാൻ മെമ്പർ ആവാൻ പോയ കഥകളൊക്കെ മാറ്റിവെച്ച് എന്നെ ഇയാൾ മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാതെ ഇയാൾ ചെയ്യുന്ന 100 പുതിയ ആളുകൾ വരുന്നു, അതുകൊണ്ട് നമുക്കൊക്കെ പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും, എങ്ങനെയെങ്കിലും നശിപ്പിച്ചോ ഈ ചങ്ങാതിനെ. അയാൾ 5 ലക്ഷം 10 ലക്ഷത്തിന് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിർമ്മാതാക്കളൊക്കെ ലോകത്തിന്റെ സിനിമ. ഒരു കാര്യം കൂടി സന്തോഷ് പണ്ഡിറ്റ്, ഈ സിനിമ കണ്ടിട്ട് മലയാള സിനിമയിൽ നിന്ന് ആരെങ്കിലും താങ്കളെ വിളിച്ചിട്ടുണ്ടോ? എത്രയോ നടന്മാരും എത്രയോ സാങ്കേതിക വിദഗ്ധരും എന്നെ വിളിച്ചിട്ടുണ്ട്. വളരെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു 2 പേരുടെ പേരൊന്ന് വെളിപ്പെടുത്താൻ പ്രയാസം ഉണ്ടാവോ? സലീം കുമാർ സാറിന്റെ ധൈര്യത്തിൽ പറയാം. അദ്ദേഹം ജീവൻ ടിവിയിൽ ഈ വിഷയം പറയുകയും ചെയ്തു. ശരിക്കും സന്തോഷ് പണ്ഡിറ്റാണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം. താങ്കളെ വിളിച്ചോ എന്നാണ് ചോദിച്ചത്. താങ്കളെ വിളിക്കുകയും താങ്കളോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടോ? എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, എന്നോട് നന്ദി പറയുകയും ചെയ്തു. നല്ലൊരു ഫിലിമാണെന്നും പറഞ്ഞു. പിന്നെ അതേപോലെ ഞാൻ പറയുന്നു, ഇപ്പൊ നേരത്തെ സഹോദരങ്ങൾ അവിടെ ഭയങ്കര സിനിമയെ പറ്റി വളരെ ആധികാരികമായിട്ട് പറയണ്ടേ. ഇവർ അവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുടെ സിനിമ പൊട്ടി നാറിയ ആളാണ്. എന്നിട്ടാണ് അയാൾ നല്ല സിനിമ എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നു. പോട്ടെ, ഞാൻ ഹിറ്റ് സിനിമയുടെ മേക്കറാണ്, പോട്ടെ, അത് വിട്ടേക്ക്. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ സിനിമ കാണാൻ ആളുണ്ടെങ്കിൽ ഞാൻ സിനിമ നിർമ്മിച്ചിരിക്കും. ഇവിടുത്തെ അമ്മയെ ഏത് സംഘടനയിലും ഞാൻ മെമ്പർ ആവാൻ തയ്യാറാണ്. അതല്ല എന്നെ ഒറ്റപ്പെടുത്താൻ. ഞങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല. താങ്കൾ ഇങ്ങനെ ഇരുന്നിട്ട്
മലയാള സിനിമയുടെ ആധികാരികത, മലയാള സിനിമയിലെ സംവിധായകരുടെ ഇതുവരെയുള്ള പ്രവർത്തനം അതൊക്കെ ചോദ്യം ചെയ്യുന്നത് കാണുമ്പോൾ താങ്കൾ ഇപ്പോൾ ഇത്രയും ദിവസമായല്ലോ, എല്ലാതരം പ്രേക്ഷകരുടെയും പ്രതികരണം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. താങ്കൾ ഇപ്പോൾ എന്താണ് താങ്കളെ പറ്റി സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്റെ അടുത്ത സിനിമയായാലും ഒരു ക്രൗഡ് ഫുള്ളിങ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ആളുകൾ ചിരിച്ചോ കരഞ്ഞോ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ സിനിമയെ എടുക്കാവുന്ന വാശിയൊന്നുമില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ എനിക്ക് സിനിമ എടുക്കാം. അത് ഇവിടുത്തെ ഇന്ത്യൻ സെൻസർ ബോർഡ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ സിനിമ എടുത്തിരിക്കും. ഇഷ്ടമുള്ള പുതിയ മനസ്സിലാൻ കണ്ടാൽ മതി. അതിൽ ഫോക്കസ് ഔട്ട് ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും. എനിക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ. ഇഷ്ടമുള്ള കണ്ടാൽ മതി. എന്റെ അടുത്ത സിനിമയും വരും, അത് സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്യും. ഇവിടെയുള്ള ഒരു ചൊറിഞ്ഞ് നടക്കേണ്ട ഒരു ചൊറിഞ്ഞ് തന്നെ നടക്കേണ്ടി വരും. ഈ സിനിമ എന്താണ് അർഹിക്കുന്നത്? ഈ സിനിമ അർഹിക്കുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥ സാധനം ചവിട്ടുകൊട്ടയിലാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സ്വാഭാവികമായി വിമർശനത്തോടുകൂടി കേരളത്തിലെ പ്രബുദ്ധരായ യുവജനങ്ങൾ ഈ സിനിമ കണ്ട് തെറി വിളിച്ച് ഞങ്ങൾക്ക് തരുന്ന ഒരു എന്താ പറയാ വാണിംഗ് ആണ്. പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാനുള്ള ബാധ്യത പ്രേക്ഷകർ വിശ്വസിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർക്കുണ്ട്. നിങ്ങളത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പറയാനുള്ള സാധനം, എനിക്ക് ഈ വരുന്ന പിള്ളേരോട് ഇവരോട് എല്ലാവരും പറയാത്ത കാര്യമുള്ളൂ. ഇതുപോലൊരു അവസ്ഥയിലാണ് കന്നഡയിൽ കന്നഡ പടം ഇല്ലാണ്ടായത്, മഹാരാഷ്ട്രയിൽ അവിടുത്തെ മറാഠി ചിത്രങ്ങൾ ഇല്ലാതായത്. കാരണം ഇപ്പൊ തന്നെ നമ്മളെ തമിഴ്നാട് കയറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ദീപാവലിക്ക് ഇവിടെ 3 പടങ്ങൾ. സത്യം എനിക്കൊക്കെ വളരെ വിഷമമായിരുന്നു. ഇപ്പൊ എല്ലാം അടക്കി വാഴുന്നത് തിയേറ്ററുകാരാണ്. അവർ മലയാള സിനിമ കളിക്കില്ല എന്ന് പറയുന്നു. നാളെ അവർ പറയാണ് സന്തോഷ് പണ്ഡിറ്റിനെ പോലെ ആൾക്കാരുടെ പടം മാത്രം കളിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിസ്സഹായരാണ്. പിന്നെ എന്തൊരു ടെൻഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഒന്ന് കയറി പച്ച പിടിച്ചൊക്കെ വരണുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷനും കൂടി ഉണ്ട് എന്ന് കൂട്ടിക്കോളും. സ്തുതിയും നിന്ദാസ്തുതിയും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള സ്ഥിതി. സന്തോഷ് പണ്ഡിറ്റ് കുറച്ചത് കാണിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത് വ്യാപകമായിട്ടുള്ളൊരു രോഗമാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ സന്തോഷ് പണ്ഡിറ്റിന്റെ തന്നെ ട്രെയിലർ അല്ലെങ്കിൽ സിനിമാ ഭാഗത്തു നിന്നുള്ളൊരു കോട്ട് വെച്ച് കഴിഞ്ഞാൽ വാല് കൊണ്ട് നാണം മറയ്ക്കാനാവില്ല. പക്ഷെ അതിനോട് ചേർത്ത് തന്നെ നമ്മൾ പറയേണ്ടി വരും, എങ്ങാണ്ടൊരിടത്ത് ആല് മുളച്ചു കഴിഞ്ഞാൽ അത് തണലും ആവില്ല. ഇപ്പൊ സ്കൂളിലിരിക്കുക ഒരു പ്രാന്തനങ്ങ് അടിച്ചു പോയാൽ നമ്മൾ എന്ന് പറയും. അവന്റെ വിചാരം എന്താ? അതിനാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ് മറുപടി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതേ അർഹിക്കുന്നുള്ളൂ എന്ന്. അത് സത്യം പറഞ്ഞ ഒരു തെറിവിളി ഷോർട്ട് ചെയ്തതാണ്. പടം എത്ര മോശമാണെന്ന് നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ മുടക്കി മുതൽ എനിക്ക് കിട്ടിയാൽ മതി, ഞാൻ മുടക്കിയ പൈസ എനിക്ക് കിട്ടിയാൽ മതി. ആ രീതിയിലുള്ളൊരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു വളരെ ഈ സോൾട്ട് ആൻഡ് പെപ്പർ, അതുപോലെ തന്നെ ട്രാഫിക്, അതുപോലെ സിനിമകളോട് കൂടിയിട്ട് ഇവിടെ എന്റെ ഒരു കൊച്ചു കഥ അല്ലെങ്കിൽ എന്റെ ആർട്ടിസ്റ്റ്, എനിക്ക് ഇദ്ദേഹം മതി ഹീറോ അല്ലെങ്കിൽ ഇദ്ദേഹം മതി ഹീറോ, ആ പടങ്ങൾ എടുക്കാൻ ചാനലുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇനി സിനിമ മാറും. നേരത്തെ മയിൽവിലാസം എന്ന് പറഞ്ഞൊരു സിനിമയെ പറ്റി പറഞ്ഞു. എന്നെ ഇത്രയേറെ ആകർഷിച്ച ഒരു സിനിമ ഉണ്ടായിട്ടില്ല. യുവാക്കളിൽ 5% കണ്ടിരുന്നെങ്കിൽ ഇന്ന് മലയാള സിനിമയിൽ ഇതുപോലെ കോപ്രായങ്ങൾ ഉണ്ടാകില്ല. ഇതിന് പ്രേക്ഷകർ എന്ന നിലയിൽ എല്ലാവർക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം. നിങ്ങളെ ഞങ്ങളൊരു അപായമണിയായി കണ്ട് മലയാള സിനിമ വേണ്ട തയ്യാറെടുപ്പുകളോട് പ്രതിരോധിക്കണോ, അതോ തീർത്തും അവഗണിച്ച് മാറ്റി നിർത്തണോ? സന്തോഷ് പണ്ഡിറ്റിന്റെ പണിന്തേ അടങ്ങൂ. സന്തോഷ് പണ്ഡിറ്റിനെ പോലത്തെ ലോ ബഡ്ജറ്റ് സിനിമ വരുമല്ലോ, ഞങ്ങൾക്ക് പണിയില്ലാതാവുമല്ലോ, അയാൾ പുതിയ മുഖക്ക് ചാൻസ് കൊടുക്കണമായിട്ട് എനിക്കിട്ട് പാര പണിയുകയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് വേഴ്സസ് മലയാള സിനിമ എന്ന് വരും. എന്റെ സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്യും, മലയാള സിനിമ മാനം കെടും. സോ എന്റെ സിനിമയ്ക്ക് ആളുള്ളിടത്തോളം കാലം ഞാൻ സിനിമ ചെയ്യും. ആ സിനിമ എന്നാണോ ജനങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത് അന്ന് ഞാൻ പരിപാടി അവസാനിപ്പിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ ആളുകൾ കളിയാക്കാനാണ് സിനിമ കണ്ടതെന്ന്. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് സംബന്ധിച്ചോളം ഒരാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എനിക്ക് 50 രൂപ കിട്ടുന്നു, അത് മതി എനിക്ക്. അത് മതി. നമുക്ക് പക്ഷേ അത് പോരല്ലോ. ഈ കൃഷ്ണൻ രാധയും കാണാൻ തിയേറ്ററിലേക്ക് ആളുകൾ ഓടുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രേക്ഷകരിൽ നിന്നുള്ള അപായ സൂചനയായി വേണമെങ്കിൽ സിനിമാ ലോകത്തിന് കാണാം. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൽ കാര്യം. സന്തോഷിനെ എക്സ്പ്രസ് ചെയ്യുന്നു, ഓഡിയൻസിന് അവരുടെ സെയിം അവകാശം ഓഡിയൻസിനും ഉണ്ട്. അവർ എന്ത് കാണണം എന്ത് കാണണ്ട എന്നുള്ളത് തീരുമാനിക്കാനുള്ളൂ. പ്രേക്ഷകർ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പങ്കുവെക്കാനോ ചൂണ്ടിക്കാട്ടാനോ ഇല്ല. കാരണം പ്രേക്ഷകർ തന്നെയാണ് സിനിമയിൽ ഈ സിനിമയ്ക്കുള്ള സ്ഥാനം എന്താണ് എന്ന് തീരുമാനിക്കുന്നതും അതിന്റെ യാഥാർത്ഥ്യത്തെ പറയുന്നതും. തിയേറ്ററുകളിൽ കൂവിയാർക്കുന്നവരിൽ നിന്നല്ല ഒരു സിനിമ എന്താണ് എന്ന് മലയാള സിനിമ തിരിച്ചറിയുന്നത്. എന്തു തന്നെയാണെങ്കിലും മലയാള സിനിമയുടെ ഭാഗമല്ല, മലയാള സിനിമ ഇത് കണക്കാക്കുന്നില്ല എന്ന് പറഞ്ഞാലും ചെറുതായെങ്കിലും എവിടെയോ ആത്മവിശ്വാസത്തിന് ഉലച്ചിൽ തട്ടുന്ന ഒരു തട്ട് കൃഷ്ണനും രാധയും നൽകുന്നുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഇന്നത്തെ നിയന്ത്രണ രേഖ ഇവിടെ പോകണമെന്ന് നമസ്കാരം.